Okay, today we are going to discuss some problems related to the chapter point estimation. In the previous classes, we already discussed about what do you mean by point estimation and some important properties for a estimator to be a good estimator. Okay, so today we are going to discuss some problems related to this topic. Okay, first question. Let x1, x2, x3, etc. xn be a random sample drawn from a given population with the mean mu and variance sigma square. Show that the sample mean x bar is an unbiased estimator of the population mean mu. Clear? ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് ഒരു പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. ആ പോപ്പുലേഷൻ്റെ മീൻ ഈക്വൽ ടു മ്യൂ ആണെന്നും വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. വി വാണ്ട് ടു ഷോ ദാറ്റ് ദി സാമ്പിൾ മീൻ എക്സ് ബാർ ഈസ് ആൻ അൺബിയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ദി പോപ്പുലേഷൻ മീൻ മ്യൂ. ഓക്കെ, അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള സാമ്പിൾ മീൻ നമ്മളുടെ പോപ്പുലേഷൻ മീൻ ആയിട്ടുള്ള മ്യൂവിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആകണമെങ്കിൽ എന്ത് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി? അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുത്താൽ നമുക്ക് ഏതാണോ കാണിച്ചു കൊടുക്കാനുള്ളത് ആൻസർ നമുക്ക് കിട്ടിയാൽ മതി. സോ ഹിയർ വി ഹാവ് ടു ഷോ ദാറ്റ് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മ്യൂ കിട്ടണമെന്ന് സാരം. ഓക്കെ, സോ വി സ്റ്റാർട്ട്. വി നോ ദാറ്റ് എക്സ് ബാർ ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi. ഓക്കെ, നമുക്കറിയാവുന്നതാണ് എന്താണ് സാമ്പിൾ മീൻ എന്ന് പറഞ്ഞാൽ 1/n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ. അത് ടോട്ടൽ എണ്ണം കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. സോ വി വാണ്ട് ടു കാൽക്കുലേറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാറിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1/n ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi. ബൈ ദി പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്റ്റേഷൻ വി വാണ്ട് ടു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. സോ ഹിയർ 1/n നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്സൈഡ് ബ്രാക്കറ്റിൻ്റെ ഔട്ട്സൈഡ് എടുക്കുക. ദാറ്റ് ഈസ് 1/n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi. ഓക്കെ, സോ നമ്മൾ സമ്മേഷൻ എക്സ് ഐ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും 1/n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x1 + x2 + എക്സെട്ര xn ആയിട്ട് നമ്മൾ എലാബറേറ്റ് ചെയ്തു. ദെൻ ബൈ ദി പ്രോപ്പർട്ടീസ് ഓഫ് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എക്സ്പെക്റ്റേഷൻ നമുക്ക് എന്താ പറ്റും, ഓരോന്നിൻ്റെ എക്സ്പെക്റ്റേഷൻ ആക്കി നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. സോ വി ഗെറ്റ് 1/n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x1 + എക്സ്പെക്റ്റേഷൻ ഓഫ് x2 + എക്സെട്ര എക്സ്പെക്റ്റേഷൻ ഓഫ് xn. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും മീൻ എക്സ് ഐകളുടെ എല്ലാം മീൻ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ ഈക്വൽ ടു മ്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെക്റ്റേഷൻ ഓഫ് x1, എക്സ്പെക്റ്റേഷൻ ഓഫ് x2 എക്സെട്ര എക്സ്പെക്റ്റേഷൻ ഓഫ് xൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു 1/n ഇൻറ്റു മ്യൂ പ്ലസ് എക്സെട്ര പ്ലസ് മ്യൂ. ദാറ്റ് ഈസ് n ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മ്യൂ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, n ഇൻറ്റു ആ കോൺസ്റ്റൻറ്റ്. സോ ഹിയർ വി ഹാവ് n ടൈംസ് മ്യൂ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ വി ഗെറ്റ് n ഇൻറ്റു മ്യൂ കിട്ടും, ഡിവൈഡഡ് ബൈ n ഉണ്ട്. സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ n ക്യാൻസൽ ചെയ്യുമ്പോൾ വി ഗെറ്റ് മ്യൂ. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ കിട്ടി. Therefore, sample mean x bar is an unbiased estimator of the population mean mu. Clear? Okay, next question. Prove that for a random sample of size n, wise x1, x2, etc., xn, taken from a finite population, s score equal to 1/n into summation I equal to 1 to n xi minus x bar the square is not unbiased estimator of the parameter sigma square, but n/n minus 1 s score equal to 1/n minus 1 into summation I equal to 1 to n xi minus x bar the whole score is unbiased. ഓക്കെ, നമുക്കിവിടെ തന്നിട്ടുണ്ട് ഒരു പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, സൈസ് n ആണ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കണം, എസ് സ്കോർ ഈക്വൽ ടു ഇതെന്താണ്, ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ബട്ട് എന്തിൻ്റെ അൺബയാസ്ഡ്, സിഗ്മ സ്ക്വയർ n/n-1 ഇൻറ്റു എസ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്നും കാണിച്ചു കൊടുക്കണം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് സാധനം നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. സോ തന്നത് നമ്മൾ എടുത്തേക്കാം. ഹിയർ വി ഗിവൺ എസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്, 1/n ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ആണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടാൻ പാടില്ല, സിഗ്മ സ്ക്വയർ കിട്ടാൻ പാടില്ല. സിഗ്മ സ്ക്വയർ കിട്ടിയിട്ടില്ല എങ്കിൽ എന്തായിരിക്കും, അത് ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കില്ല. സോ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. ദറ്റ് ഈസ് 1/n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1/n പുറത്തെടുക്കാൻ പറ്റും. എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ദി സ്ക്വയർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, a മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക,
ഈ എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ കൂടെ ഒരു മ്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു, അതേ മ്യൂ നമ്മളിവിടെ മൈനസ് ചെയ്ത് ഒഴിവാക്കുന്നു. സോ 1/n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് മ്യൂ. ഞാൻ ഇവിടെ ഒരു മ്യൂ മൈനസ് മ്യൂ ഞാൻ ചെയ്തു. സോ ആ മൈനസ് മ്യൂ അവിടെ നോക്കുകയാണെങ്കിൽ പ്ലസ് മ്യൂ ചെയ്യണം. മൈനസ് ഓഫ് മൈനസ് മ്യൂ എന്തായിട്ട് പോയിക്കോളും, പ്ലസ് ആയി പോയിക്കോളും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കുക, ഇത് എ ആയിട്ടും ഇത് ബി ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുക. സോ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. Okay, so 1/n into summation I equal, sorry, expectation of summation I equal to 1 to n xi minus mu square minus 2 times a into b ആണ്. സോ എയുടെ സ്ഥാനത്ത് xi മൈനസ് മ്യൂ ഉണ്ട്, ബിയുടെ സ്ഥാനത്ത് എക്സ് ബാർ മൈനസ് മ്യൂ ഉണ്ട്. സോ 2 ഇൻറ്റു xi മൈനസ് മ്യൂ ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ പ്ലസ് ബി സ്ക്വയർ എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, 1/n നമ്മൾ എല്ലാത്തിൻ്റെയും ഉള്ളിലേക്ക് എടുക്കുന്നു. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് 1/n ഇൻറ്റു സമ്മേഷൻ xi മൈനസ് മ്യൂ ദി സ്ക്വയർ മൈനസ് 2/n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ ഇൻറ്റു സമ്മേഷൻ xi മൈനസ് മ്യൂ. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ സമ്മേഷൻ ഇതിന് മാത്രം എടുത്തു, കാരണം ഈ xi മൈനസ് മ്യൂ കോൺസ്റ്റൻ്റ് ആണ്. പ്ലസ് 1/n ഇൻറ്റു സമ്മേഷൻ എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെക്റ്റേഷൻ കൊടുക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, സിഗ്മ സ്ക്വയർ ആണ്. ബാക്കി 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ സ്ക്വയർ വരും, പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ദി സ്ക്വയർ. ദാറ്റ് ഈസ് അതങ്ങനെ കിട്ടിയിട്ടുള്ളത് 1/n ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂവിന് പകരം നമുക്ക് എക്സ് ബാർ മൈനസ് മ്യൂ എന്ന് കൊടുക്കാൻ പറ്റും. സോ ഇവിടെ ഒരു എക്സ് ബാർ മൈനസ് മ്യൂ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഈ സാധനം എക്സ് ബാർ മൈനസ് മ്യൂ ആയിട്ട് മാറും. സോ എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ വരും. സോ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ദി സ്ക്വയർ. ഇവിടെ സമ്മേഷൻ എവിടെ പോയി, ഈ എക്സ് ബാർ മൈനസ് മ്യൂ എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ സ്ക്വയറും ഓൾസോ എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ n ടൈംസ് ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്താൽ n ഇൻറ്റു ആ സാധനം വരും. സോ ഈ n എന്ത് ചെയ്യും, ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയത് അങ്ങനെയാണ്. ക്ലിയർ. സോ സിഗ്മ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ സ്ക്വയർ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. മൈനസ് 2 ടൈംസ് ഉണ്ട് ഇവിടെ, പ്ലസ് 1. സോ ഒന്ന് മൈനസ് ചെയ്ത് പോയാൽ സിഗ്മ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. ക്ലിയർ. ദെർഫോർ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും, സിഗ്മ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ ഇതിനെ സോൾവ് ചെയ്തെടുത്തത് ഈ കാരണം വെച്ചിട്ടാണ്. ക്ലിയർ. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ബൈ n ആണ്. സോ സിഗ്മ സ്ക്വയർ ബൈ n ഇവിടെ വരും. സിഗ്മ സ്ക്വയർ മൈനസ് സിഗ്മ സ്ക്വയർ ബൈ n നമ്മൾ സിഗ്മ സ്ക്വയറിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും, n മൈനസ് 1/n ഇൻറ്റു സിഗ്മ സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എന്ന് പറയുന്ന സാധനം സിഗ്മ സ്ക്വയറിനല്ല ഈക്വൽ, പകരം എന്താണ്, n മൈനസ് 1/n ഈക്വൽ വരുന്നത്. സോ അതെന്താണ്, ഒരു അൺബാസ്ഡ് എസ്റ്റിമേറ്റർ അല്ല. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. ഹെൻസ് എസ് സ്ക്വയർ ഈസ് നോട്ട് ആൻ അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ. Now we have to show that 1/n. Next നമുക്ക് എന്താണ്, 1/n into summation xi minus x bar the whole square is an unbiased estimator of sigma square നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ ഈ സാധനത്തിന് നമ്മൾ റെപ്രസെൻറ്റേഷൻ ആക്കി എടുത്തു, ദാറ്റ് ഈസ് എസ് സ്ക്വയർ ആയിട്ട് എടുത്തു, ക്യാപിറ്റൽ എസ് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എസ് സ്ക്വയർ ഈക്വൽ ടു 1/n മൈനസ് 1 ഇൻറ്റു സമ്മേഷൻ xi മൈനസ് എസ് ബാർ ദി ഹോൾ സ്ക്വയർ. നേരത്തെ ചെയ്ത അതേ കൺസെപ്റ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ കാണണം. സോ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഈക്വൽ ടു സിഗ്മ സ്ക്വയർ കിട്ടിയാലാണ് അത് അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കുള്ളൂ. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് 1/n മൈനസ് 1 ഇൻറ്റു സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ. സോ xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയറിൻ്റെ കൂടെ എന്ത്, ഈ 1/n മൈനസ് 1 നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, ഇവിടെ ഒരു n നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് n/n മൈനസ് 1, ഇവിടെ ഒരു n നമ്മൾ ആഡ് ചെയ്തു. സോ അതേ സാധനം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് ഒഴിവാക്കണം. സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ബൈ n. ഈ സാധനം സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ബൈ n എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ എസ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അത് എസ് സ്ക്വയർ വരും. സോ വി ഗെറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് n/n മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ. സോ n/n മൈനസ് 1 എന്താണ്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അതിനെ പുറത്തെടുക്കാൻ പറ്റും. സോ വി ഗെറ്റ് n/n മൈനസ് 1 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും, സിഗ്മ സ്ക്വയർ. കാരണം എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, n മൈനസ് 1/സിഗ്മ സ്ക്വയർ ആണ്. ക്ലിയർ. സോ ഇവിടെ നമ്മൾ n മൈനസ് 1/n ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, ഇവിടുത്തെ n മൈനസ് 1 കട്ട് ചെയ്യും, n കട്ട് ചെയ്യും, ബാക്കി നമുക്ക് ഒന്നുണ്ടായിരിക്കും, സിഗ്മ സ്ക്വയർ ഉണ്ടായിരിക്കും. ഹെൻസ് എസ് സ്ക്വയർ ഈസ് ആൻ അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ. ക്ലിയർ.
അപ്പോൾ അൺബാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം, എന്തിൻ്റെ ആണോ അത് അൺബാസ്ഡ് എസ്റ്റിമേറ്റർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടണം. ഒരു എക്സാമ്പിൾ നോക്കാം. Let x1, x2, etc. xn be a random sample from n of mu1. Show that t equal to 1 by n into summation xi square is an unbiased estimator of mu square plus 1. ഇത് നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഒരു റാൻഡം സാമ്പിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ മീനും വേരിയൻസും ഇവിടെ തന്നിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എൻ ഓഫ് mu 1 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ മീൻ ഈക്വൽ ടു mu ആണ്, വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1 ആണ് തന്നിട്ടുള്ളത്. വി വാണ്ട് ടു ഷോ ടി ഈക്വൽ ടു 1 by n സമ്മേഷൻ xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ mu സ്ക്വയർ പ്ലസ് 1ൻ്റെ ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് കാണിക്കണം. വിച്ച് മീൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എടുത്താൽ mu സ്ക്വയർ പ്ലസ് 1 ആൻസർ കിട്ടണം. സോ തന്ന സാധനം നമ്മൾ എന്ത് ചെയ്യും, എടുത്തെഴുതുന്നു. ഗിവൺ ദാറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് xi ഈക്വൽ ടു mu, ദാറ്റ് ഈസ് n ഓഫ് mu സിഗ്മ എന്ന് പറഞ്ഞ രൂപത്തിൽ ഉണ്ടായിരിക്കും. ഇവിടെ mu ആണ് അതിൻ്റെ മീനാണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ അതിൻ്റെ വേരിയൻസ് ആണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് xi ഈക്വൽ ടു mu ആണ്, വേരിയൻസ് ഓഫ് xi ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. ഫോർ എവരി i ഈക്വൽ ടു 1 2 3 എക്സെട്ര n, ഏതൊരു xi എടുക്കുകയാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ വേരിയൻസ് ഓഫ് xi നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് ഇക്വേഷൻ? എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xi ദി ഹോൾ സ്ക്വയർ ആണ്. സോ വേരിയൻസ് ഓഫ് xy എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, ഇവിടെ 1 ആയിരുന്നു. സോ 1 ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് xi നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, mu ആണ്. സോ mu സ്ക്വയർ. സോ ഈ mu സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടും എക്സ്പെക്റ്റേഷൻ ഓഫ് xi സ്ക്വയർ ഈക്വൽ ടു mu സ്ക്വയർ പ്ലസ് 1. നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ്പെക്റ്റേഷൻ ഓഫ് ടിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 1 by n സമ്മേഷൻ xi സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 by n കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട് സൈഡിലേക്ക് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് 1 by n സമ്മേഷൻ xi സ്ക്വയർ വരും. സമ്മേഷൻ xi സ്ക്വയർ, ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ xi സ്ക്വയർ നമ്മൾ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ട്, mu സ്ക്വയർ പ്ലസ് 1 ആണ്. mu സ്ക്വയർ പ്ലസ് 1 എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് നമ്മൾ n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ n ഇൻറ്റു mu സ്ക്വയർ പ്ലസ് 1, ഈ എന്നും ഇവിടെ വരുന്ന ന്യൂമറേറ്റർ എന്നും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഗെറ്റ് mu സ്ക്വയർ പ്ലസ് 1, വിച്ച് മീൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈക്വൽ ടു mu സ്ക്വയർ പ്ലസ് 1 കിട്ടാൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, ടി എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റർ എന്താണ്, mu സ്ക്വയർ പ്ലസ് 1ൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനും അൺബയാസ്ഡിന് റിലേറ്റഡ് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. If t is an unbiased estimator of theta, show that t square and root t are the biased estimator of theta square and root theta respectively. That is t എന്ന് പറഞ്ഞാൽ തീറ്റയുടെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈക്വൽ ടു തീറ്റ നമുക്ക് എഴുതാൻ പറ്റണം. ദെൻ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ തീറ്റ സ്ക്വയറിൻ്റെയും റൂട്ട് ടി എന്ന് പറഞ്ഞാൽ റൂട്ട് തീറ്റയുടെയും ബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് കാണിക്കണം. വിച്ച് മീൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ എടുത്താൽ ഒരിക്കലും തീറ്റ സ്ക്വയർ കിട്ടരുത്, എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ടി എടുത്താൽ റൂട്ട് തീറ്റയും കിട്ടരുത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഗിവൺ ദാറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈക്വൽ ടു തീറ്റയാണ്. ദെൻ വേരിയൻസ് ഓഫ് ടി നമുക്ക് ഇക്വേഷൻ ഉണ്ട്, എക്സ്പെക്റ്റേഷൻ ഓഫ് ടി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ദി ഹോൾ സ്ക്വയർ ആണ്. അതൊരിക്കലും 0 വരില്ല, ആസ് വേരിയൻസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓർ എക്സ്പെക്റ്റേഷൻ വേരിയൻസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ മൈനസ് 2 തീറ്റ പ്ലസ് തീറ്റ സ്ക്വയർ. ഈ തീറ്റ എവിടെ നിന്ന് വന്നു, എക്സ്പെക്റ്റേഷൻ ഓഫ് ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ എ മൈനസ് ബി ഹോൾ സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ മൈനസ് 2 തീറ്റ പ്ലസ് തീറ്റ സ്ക്വയർ വരും. ദെൻ എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾക്ക് എക്സ്പെക്റ്റേഷനിലേക്ക് എടുക്കുമ്പോൾ കിട്ടും, എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു തീറ്റ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി പ്ലസ് തീറ്റ സ്ക്വയർ. അതൊരിക്കലും 0 വരില്ല. ദെൻ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. ഇവിടെ 2 തീറ്റ സ്ക്വയർ ഉണ്ട്, ഇവിടെ പ്ലസ് തീറ്റ സ്ക്വയർ ഉണ്ട്, അപ്പോൾ മൈനസ് തീറ്റ സ്ക്വയർ. അതൊരിക്കലും 0 വരില്ല. കാരണം എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ടി തീറ്റയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് തീറ്റ സ്ക്വയറും മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി 0 വരണമെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയറും തീറ്റ വരണം. സോ expectation of t square not equal to theta square. Therefore, t square is a biased estimator. Similarly, variance of root t എന്ന് പറഞ്ഞാൽ എന്താണ്, expectation of root t minus expectation of root t whole square. നമ്മുടെ വേരിയൻസിൻ്റെ ഡെഫിനിഷനിൽ എക്സിന് പകരം റൂട്ട് ടി കൊടുത്തു, അതൊരിക്കലും 0 വരാൻ പാടില്ല. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി മൈനസ് എക്സ്പെക്റ്റേഷൻ എ മൈനസ് ബി ഹോൾ സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ വരുന്ന 2 ടൈംസ് വരുന്ന സാധനം ഒരിക്കലും 0 വരില്ല. ദെൻ ബാക്കി നമ്മൾ കൺസിഡർ ചെയ്യുക, എക്സ്പെക്റ്റേഷൻ ഓഫ് ടി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി റൂട്ട് ടി ഹോൾ സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0. ഇതൊരിക്കലും 0 അല്ല തീറ്റ, ഇതും തീറ്റ ആണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ 0 വരും. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി നോട്ട് ഈക്വൽ ടു തീറ്റയാണ്, വിച്ച് നോട്ട് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ടി സ്ക്വയർ. ഇത് തീറ്റയാണ്, പക്ഷേ ഇത് തീറ്റ അല്ല, രണ്ടും കൂടി തീറ്റ ആകുമ്പോൾ അത് 0 വരുള്ളൂ. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ടി നോട്ട് ഈക്വൽ ടു റൂട്ട് തീറ്റ. Clear? Hence the result root t is not an unbiased estimator of root theta. Clear? ഇതുവരെ നമ്മൾ ചെയ്തതൊക്കെ എന്തായിരുന്നു, ഒരു നമുക്ക് വേണമെങ്കിൽ
ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയാം. അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സമ്മേഷന് പകരം ഇൻറ്റഗ്രേഷൻ വരുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിലും പ്രതീക്ഷിക്കാവുന്ന അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഗിവൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2 pi theta e raised to minus x square by 2 theta where x varies in between minus infinity to infinity. Show that 1/n into summation I equal to 1 to n xi square is an unbiased estimator for theta. ഈ തന്നിട്ടുള്ളത് എന്താണ്? തീറ്റയുടെ അൺബാസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ ടു തീറ്റ എന്ന് കാണിച്ചു കൊടുത്താൽ തന്ന സാധനം എടുത്തിരുന്നു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2 pi theta e raised to minus x square by 2 theta where x varies in between minus infinity to infinity. Now expectation of 1/n into summation xi square. ഓക്കെ, ഇത് നമ്മൾ സെപ്പറേറ്റ് കാണുന്നു. ഇത് ഈക്വൽ ടു തീറ്റ ആണ് വരുന്നത് നോക്കണം. സോ 1/n കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ്പെക്ടേഷൻ പ്രോപ്പർട്ടി നമുക്കത് പുറത്തെടുക്കാൻ പറ്റും. ബാക്കി എന്തായിരിക്കും? സമ്മേഷൻ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ വരും. എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. സോ എക്സ്പെക്ടേഷൻ ഓഫ് xi നമ്മളുടെ എക്സ്പെക്റ്റഡ് വാല്യൂൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി xi സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആ വരിക. സോ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. That is 1/√2 pi theta e raised to minus xi square divided by 2 theta into dxi. That is നമുക്കതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടീസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമുക്ക് ഇവിടെ ഇത് എന്താണ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് 2 ടൈംസ് ആക്കി മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് 1/√2 pi theta കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to infinity xi square into e raised to minus xi square by 2 theta into dx. ഈ ഇൻ്റഗ്രേഷൻ മുന്നോട്ട് പോകണേ നമ്മൾ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. xi സ്ക്വയറിന് പകരം ഞാൻ ui സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. ദെൻ 2xi dxi എന്തായിട്ട് വരും? dui വരും. വിച്ച് മീൻസ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. dxi ഈക്വൽ ടു dui ഡിവൈഡഡ് ബൈ 2xi വരും. xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ ui ആണെങ്കിൽ xi എന്ത് വരും? √ui വരും. സോ dxi നമുക്ക് എന്ത് എഴുതാൻ പറ്റും? dui ബൈ 2√ui. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്ത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ എന്ത് വരും? 1/√2 pi theta 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity xi സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും? ui കൊടുക്കാൻ പറ്റും. ui e raised to xi square e raised to minus ui by 2 theta dxiക്ക് പകരം എന്ത് കൊടുക്കാൻ പറ്റും? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ dui by √2 pi √ui. ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 2 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ui ഉണ്ട്, ഇവിടെ √ui ഉണ്ട്. uiയും √uiയും കട്ട് ചെയ്തതായി u raised to 1/2 വരും. സോ 1/√2 pi theta ഇൻ്റഗ്രൽ 0 to infinity u raised to 1/2 e raised to minus ui by 2 theta dui വരും. ഇവിടെ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിനെ നമ്മളുടെ ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമിലേക്ക് മാറ്റാൻ പോവാണ്. സോ ഗാമ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഇൻ്റഗ്രൽ 0 to infinity e raised to minus mx e raised to minus mx into x raised to p minus 1 dx എന്ന് പറഞ്ഞാൽ ഗാമ p ബൈ m raised to p ആണ്. സോ നമ്മൾ ഇതിനെ ഈ ഫോമിലേക്ക് മാറ്റിയെടുക്കണം ഇവിടെ. സോ ui raised to 1/2 എന്ത് ചെയ്യുക? ഞാൻ ui raised to 3/2 minus 1 ആക്കി ഇവിടെ മാറ്റി. ഓക്കെ, 3/2 minus 1 പറഞ്ഞാൽ ഈ pi minus 1 രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ദെൻ ഇവിടെ ഇതിനായിട്ട് കമ്പയർ ചെയ്യാം. നമ്മളുടെ ഗാമ ഡിസ്ട്രിബ്യൂഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ p ഈക്വൽ ടു എന്ത് വരും? 3/2 വരും. ഇവിടുത്തെ m ഈക്വൽ ടു 1/2 theta വരും. സോ e raised to minus mx into x raised to p minus 1 dx is equal to gamma p by m raised to p ആണ് എങ്കിൽ നമുക്ക് ഇതിനെ എന്ത് എഴുതാൻ പറ്റും? നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ഗാമ ഇവിടുത്തെ 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോറി, ഇവിടുത്തെ p എന്ന് പറഞ്ഞാൽ 3/2 ആണ്. സോ ഗാമ 3/2 ഡിവൈഡഡ് ബൈ m raised to p 1/2 theta all raised to 3/2 വരും. സോ ഗാമ p ഗാമയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഗാമ ഓഫ് p പ്ലസ് 1 എന്ന് പറഞ്ഞാൽ p ഇൻറ്റു ഗാമ p ആണ്. സോ ആ പ്രോപ്പർട്ടി വെച്ചെടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഗാമ ഓഫ് 3/2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗാമ ഓഫ് 1/2 ഇൻറ്റു 1/2 ആക്കി മാറ്റാൻ പറ്റും. ഈ 1/2 theta all raised to 3/2 നമ്മൾ ന്യൂമറേറ്റർ എടുക്കുമ്പോൾ 2 theta all raised to 3/2 ആയിട്ട് മാറും. ദെൻ അഗെയിൻ നമുക്കൊരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്. ഗാമ ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ √π ആണ്. ഓക്കെ, സോ √π ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഇവിടുത്തെ ഈ ഗാമ 1/2 പകരം നമുക്ക് √π എന്ന് കൊടുക്കാൻ പറ്റും. സോ വി ഗെറ്റ്
1/√2 π θ 1/2 √π × 2 θ all raised to 3/2. ഇവിടെ നോക്കുക, ഈ √πയും തമ്മിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 2 ഉണ്ട്, ഇവിടെ √2 ഉണ്ട്. 2√2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 raised to 3/2. ആ 2 raised to 3/2 ഇവിടെ കട്ട് ചെയ്ത് പോകും. ഇവിടെ √θ ഉണ്ട്. ഓക്കെ, ഇവിടെ θ raised to 3/2 ഉണ്ട്. സോ 3/2 ന്ന് √θ പോയാൽ θ raised to 1/2 ആണ്. √θ അതിനകത്ത് വരും, θ വരും. സോ വി ഗെറ്റ്, നമുക്ക് ആൻസർ കിട്ടിയത് എക്സ്പെക്ടേഷൻ ഓഫ് 1/n സമ്മേഷൻ I equal to 1 to n xi square equal to എന്ത് കിട്ടി? ആൻസർ equal to θ. ഓക്കെ, സോ വി ഗെറ്റ് 1/n ഇൻറ്റു ഇതെന്താണ്? ഇത് നമ്മളുടെ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ ആയിരുന്നു. സോ 1/n സമ്മേഷൻ xi സ്ക്വയർ എന്തായിട്ട് മാറും? 1/n കോൺസ്റ്റൻ്റ് അതിന് പുറത്തെടുത്ത സമ്മേഷൻ xi സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ എത്രയാണ്? θ ആണ്. സോ θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. θ കോൺസ്റ്റൻ്റ് ആണ്, അതിന് n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ തരും n ഇൻറ്റു θ വരും. സോ ന്യൂമറേറ്ററിൽ n, ഡിനോമിനേറ്ററിൽ n കട്ട് ചെയ്ത് പോകുമ്പോൾ വി ഗെറ്റ് ദി ആൻസർ എന്ത് കിട്ടും? θ. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് 1/n സമ്മേഷൻ xi സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? ആൻസർ ഈക്വൽ ടു θ, വിച്ച് മീൻസ് ഇതെന്തായിരിക്കും? ഇതിൻ്റെ ഒരു അൺബാസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഇഫ് T1 ആൻഡ് T2 ആർ അൺബാസ്ഡ് ഫോർ θ, ഫൈൻഡ് ലാംഡ സച്ച് ദാറ്റ് ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ T2 ഹാസ് ദി ലീസ്റ്റ് വേരിയൻസ്. ഓക്കെ, നമുക്ക് T1 T2 θയുടെ അൺബാസ്ഡ് എസ്റ്റിമേറ്റ് അതുകൊണ്ട് ലാംഡ കണ്ടുപിടിക്കണം. സോ എക്സ്പെക്ടേഷൻ ഓഫ് T1 എക്സ്പെക്ടേഷൻ ഓഫ് T2 എന്ന് പറഞ്ഞിട്ട് θ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ തന്ന ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ T2 നമ്മൾ ക്യാപിറ്റൽ T ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. സോ T ഈക്വൽ ടു ലാംഡ T1 പ്ലസ് 1 മൈനസ് ലാംഡ T2. ദെൻ അതിൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് T ഈക്വൽ ടു എന്ത് വരും? ലാംഡ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് T1 പ്ലസ് 1 മൈനസ് ലാംഡ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് T1. ഇവിടെ T2 ആണ് വരിക, ഇവിടെ T2. ക്ലിയർ? സോ എക്സ്പെക്ടേഷൻ ഓഫ് T1 എക്സ്പെക്ടേഷൻ ഓഫ് T2 എത്രയാണ്? ആൻസർ ഈക്വൽ θ ആണ്. സോ ലാംഡ θ പ്ലസ് 1 മൈനസ് ലാംഡ T2 വരും. സോ ലാംഡ θ പ്ലസ് 1 മൈനസ് ലാംഡ T2 ഉണ്ട്. ഇവിടെ ലാംഡ T2 ഇവിടുത്തെ മൈനസ് ലാംഡ T2 കട്ട് ചെയ്ത് പോകുമ്പോൾ ബാക്കിയായിരിക്കും θ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് T ഈക്വൽ ടു θ, വിച്ച് മീൻസ് T എന്ന് പറഞ്ഞാൽ നമ്മളുടെ θയുടെ ഒരു അൺബാസ്ഡ് എസ്റ്റിമേറ്റ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ലാംഡയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വേരിയൻസ് ഓഫ് T ഈക്വൽ ടു T ലാംഡ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് T1 പ്ലസ് 1 മൈനസ് ലാംഡ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് T2 ആണ് വേരിയൻസിൻ്റെ പ്രോപ്പർട്ടീസ്. വേരിയൻസ് ഓഫ് T മിനിമം എപ്പോഴാവും? അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരണം. ദാറ്റ് ഈസ് dv ബൈ d ലാംഡ ഈക്വൽ ടു 0 വരണം. സോ വേരിയൻസ് നമ്മൾ എന്ത് വിത്ത് റെസ്പെക്ട് ടു ലാംഡ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ലാംഡ സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് ടു ലാംഡ ചെയ്താൽ എന്ത് വരും? 2 ലാംഡ വരും. വേരിയൻസ് ഓഫ് T1 അത് കോൺസ്റ്റൻ്റ് ആണ് θ ആയതുകൊണ്ട്. അതുപോലെ 1 മൈനസ് ലാംഡ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും? 2 ഇൻറ്റു 1 മൈനസ് ലാംഡ ചെയിൻ റൂൾ യൂസ് ചെയ്യണം. മൈനസ് ലാംഡ എഴുതാം, -1 വരും ഇൻറ്റു വേരിയൻസ് ഓഫ് T2 ഈക്വൽ ടു 0. ദെൻ ഇവിടെ ലാംഡ വേരിയൻസ് ഓഫ് T1 നമുക്ക് എന്ത് ചെയ്യാം? 2 കോമൺ ആയിട്ട് 2 നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ലാംഡ ഇൻറ്റു വേരിയൻസ് ഓഫ് T1 ഈക്വൽ ടു ഈ സാധനത്തിന് അപ്പുറം ഉണ്ടായാൽ ഈ മൈനസ് പ്ലസ് ആയിട്ട് മാറും. 1 മൈനസ് ലാംഡ ഇൻറ്റു വേരിയൻസ് ഓഫ് T2. ഇവിടെ ലാംഡ ഉണ്ട്, ഇവിടെയും ലാംഡ കൂടെ വരുന്നത് നമ്മൾ ഒരുമിച്ച് എഴുതി. ലാംഡ ഇൻറ്റു വേരിയൻസ് ഓഫ് T1 പ്ലസ് വേരിയൻസ് ഓഫ് T2 ഈക്വൽ ടു ബാക്കിയുള്ള തന്നെ ആയിരിക്കുക വേരിയൻസ് ഓഫ് T2 ആണ്. സോ ലാംഡ അവിടെ നിർത്തുക, ബാക്കി നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ട്. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു വേരിയൻസ് ഓഫ് T2 ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് T2. ക്ലിയർ? സോ ഇത്രയൊക്കെയാണ് അൺബാസ്ഡ് എസ്റ്റിമേറ്റർ വെച്ചിട്ടുള്ള മെയിനായിട്ട് വരുന്ന പ്രോബ്ലംസ്. ഒക്കെ അത്യാവശ്യം പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? അത് നോക്കാം.